അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് നമ്മുടെ എൻഗേജ്മെന്റ് ഷോപ്പിങ്ങിന് പോവാണ്. കുറച്ചധികം സാധനങ്ങൾ വാങ്ങാണ്ട്. അപ്പൂപ്പനും ഉമ്മയ്ക്കും ഡ്രസ്സ് എടുക്കണം, എനിക്കൊന്ന് കുറച്ച് സാധനങ്ങൾ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതിൻ്റെ പിന്നെ അപ്പൂന് പാൻസ് നോക്കണം, പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. ഓക്കെ, സോ അങ്ങനെ ആയിട്ട് കുറച്ച് എൻഗേജ്മെന്റ് പർച്ചേസിന് വേണ്ടിയിട്ട് പോവാണ്. സോ ഗൈസ്, നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള കാണിച്ചു തരാം. ഞാൻ സാധാരണ എപ്പോഴും ഹെയർ സ്റ്റൈൽ ചെയ്യണം, ഒന്നെങ്കിൽ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തിടും അല്ലെങ്കിൽ ഡൈസം വെച്ചിട്ട് സെറ്റ് ചെയ്തിടും. പക്ഷെ എനിക്ക് ഒന്നിനും വയ്യായിരുന്നു, കാരണം ഇന്നലെയൊക്കെ കുറച്ച് ഓട്ടോ ഒക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ക്ഷീണിച്ചാണ് വന്ന് നടന്നത്. ആ ക്ഷീണം എൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നു എന്ന് ഞാൻ അനുമാനിക്കുന്നു. അപ്പോൾ കുറച്ച് ക്ഷീണിച്ചാണ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഇതായി ഈ ഒരു ക്ലിപ്പിൽ ഇങ്ങനെ ഹെയർ ഇങ്ങനെ വച്ചേക്കുന്നതാണ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഭയങ്കര ലൈക്ക് വെറൈറ്റി, ഇങ്ങനെ മറ്റേ ഓന്തിനെയൊക്കെ പോലെ ഓന്തിൻ്റെയൊക്കെ ദേഹത്ത് നിൽക്കുമല്ലോ, എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഹെയർ സ്റ്റൈൽ. ആൻഡ് നോസ് പിൻ കണ്ട, ഇത് ഡയമണ്ട് ആണെന്ന് വിചാരിക്കല്ലേ, ഇതാണ് നോസ് പിൻ. എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു ഡയമണ്ടിന്റെ സ്റ്റോൺ ഉണ്ട്, പക്ഷെ അത് ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ്. അപ്പം എനിക്കൊരു 1 mm വരുന്ന ഒരു ഡയമണ്ട് സ്റ്റോൺ ആ ഒരു ഇത് വേണമായിരുന്നു എനിക്ക്. ഒന്നെങ്കിൽ എൻഗേജ്മെന്റിന്റെ അന്ന് ഇടാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അത് കണക്ക് ചെയ്യിക്കണം. ഒരു ഡയമണ്ടിന്റെ ഒരെണ്ണം ഇങ്ങനെ 1 mm വളരെ ഈ ആനിമൽ മൂവിയിൽ ഈ ലവ് ബൈറ്റ് ഇട്ട് റോൾസ് റോയ്സ് കൊടുക്കണ നടി ഉണ്ടല്ലോ, എനിക്ക് നടിയുടെ പേര് അറിഞ്ഞുകൂടാ. എനിക്ക് ഭയങ്കര ഹിന്ദി സിനിമ കാണുമ്പോൾ ഭയങ്കര കുറവാണ് ഞാൻ, എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പം പുള്ളിക്കാരിയുടെ നോസിൽ ഒരു നോസ് പിൻ കിടക്കും. എവിടെ നിന്ന് എനിക്ക് ഭയങ്കര യുണീക്കാണ്, ഇങ്ങനെ തൊട്ട് വെച്ചിട്ടേ ഉള്ളൂ ഇങ്ങനെ. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചാൽ ടാഗ് ചെയ്ത് കൊടുത്താൽ ഇത് ഇത്രയും നോസ് പിന്നാണ്. അതിൻ്റെ കൂടെ ഒരു ആണിയും കൂടെ ഉണ്ട്. അപ്പം 2 ആണിയും കൂടെ വരണം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് കമ്മലായിട്ട് വേണമെങ്കിലും ഇടാം. ആൻഡ് ഇത് മൂക്കിൽ ഇങ്ങനെ കയറി തട്ടേ സീനൊന്നുമില്ല. സർജിക്കൽ സ്റ്റീൽ നോസ് പിന്നാണ് ഇത്. ആൻഡ് ഈ ഒരു ടോപ്പും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്ക്. ഈ ഒരു ടോപ്പും ഞാനൊരു മറ്റേ പെപ്ലൻ ടോപ്പാണ്. പെപ്ലൻ ടോപ്പും ഒരു ബൂട്ട് കട്ട് പാൻസും ആണ് ഇട്ടേക്കുന്നത്. സോ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെയിന്, ഇത് ഞാൻ എൻഗേജ്മെന്റിന്റെ അന്ന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പം എനിക്കിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് ഞാൻ. അതായത് എൻ്റെ എൻഗേജ്മെന്റ് ലുക്ക് വളരെ സിമ്പിൾ സട്ടിൽ ലുക്കാണ്. എനിക്ക് ഇഷ്ടമല്ല. ഒന്ന് എനിക്കിങ്ങനെ ഓവറായിട്ട് എനിക്കറിയാം ഇപ്പം ഒരു ലൈക്ക് ബ്രൈഡ് എന്നുള്ള നിലയിൽ ഞാൻ വലിയ ഡ്രസ്സൊക്കെ ഇടണം, പക്ഷെ എനിക്കങ്ങനെ വലിയ ഡ്രസ്സൊന്നും ഇടാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഹെവി സാധനങ്ങളൊന്നും ഇടാൻ ഇഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഇനി എന്തെങ്കിലും ഫംഗ്ഷൻ വരണമെങ്കിൽ ഇടാം. അപ്പം എനിക്ക് വളരെ സട്ടിലായിട്ട് വളരെ സിമ്പിളായിട്ട് മതി. അപ്പം ഞാൻ ഈ ഒരു ചെയിനാണ് ഈ ഒരു ചെയിൻ, അതായത് റൈൻ സ്റ്റോൺ വന്നിട്ട് ഒരു പേൾ പെൻഡന്റ്, എന്നിട്ട് ഈ ഒരു ഇയറിങ്സ് അത് ഇപ്പോഴത്തേക്ക് അല്ലാതെ ഒരു റൈൻ സ്റ്റോണിന്റെ ഒരു ഇയറിങ്സ് ഇടാന്ന് വിചാരിച്ച്. സോ ഇതല്ലെങ്കിൽ വേറെ ഓപ്ഷൻ കൂടെ നോക്കണം, ആ സമയത്ത് ഓടാൻ പറ്റൂലല്ല. ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയുക. ഓക്കെ, വളരെ സിമ്പിൾ. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ മറ്റേ മനസ്സിലാക്കണം, എന്നെപ്പോലെ ആൾക്കാർക്ക് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. അത്രേ ഉള്ളൂ. ഞാനും മീനാക്ഷിയും കൂടെ ഇവിടെ നിന്ന് പോവും. എന്നിട്ട് അവിടെ നിന്ന് അപ്പു വരും, ജോയിൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ആദ്യം ഞങ്ങൾ ലുലുവിലൊക്കെ പോയി സാധനം നോക്കാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ഗൈസ്. നമ്മളെ അമ്മുമ്മയ്ക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട് വന്നേണേ. ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞത് ഇതായിരുന്നുണ്ടോ, മീനാക്ഷി, ഞാൻ ആബി, നമ്മളെല്ലാവരും കൂടെ അമ്മുമ്മയ്ക്ക് സാരി എടുക്കാൻ വേണ്ടി ഫസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി, പക്ഷെ കുറച്ച് ഡിലേ ആയിപ്പോയി. സോ നമുക്ക് സാരി എടുക്കാം. ലൈക്ക് ഞാൻ പറയട്ടെ, എൻ്റെ അമ്മൂമ്മയ്ക്ക് ഇങ്ങനെ തിളക്കമുള്ള എടുക്കണം ആർക്കും ഇഷ്ടമില്ല. ഞാൻ തിളക്കമുള്ള എടുക്കും. എനിക്ക് ബ്ലാക്കോ വാടി ഇൻസ്റ്റാഗ്രാം സ്റ്റാരീസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ ഇപ്പം ഇവിടെ. ഇത് കൊള്ളാല്ലേ, കൊള്ളാം. ഇത് കൊള്ളാം. വേറെ 2-3 കളക്ഷൻസ് കൂടെ കാണിക്കുമോ? എൻ്റെ മൂക്കുത്തിയൊക്കെ ഇട്ടുകൊണ്ട് വന്നേക്ക് ഊരിപ്പോയി ഗൈസ്. ഞാൻ ചൊറിഞ്ഞപ്പോൾ എൻ്റെ നടയിപ്പോയി. ഏത്? ഇതും കൊള്ളാം. എടി ഇത് കൊള്ളാം അല്ലേ എടി, കുറച്ചല്ലേ അവർക്കും പറ്റിയൊരു ടൈപ്പും കൊള്ളാല്ലേ ഈ സാരി. ഗൈസ്, ഇത് ഞങ്ങൾ അമ്മമ്മയ്ക്ക്, എൻ്റെ അച്ഛാമ്മയും എൻ്റെ അമ്മാമ്മയ്ക്കുമാണ് ഈ സാരി. കൊള്ളാമല്ല ചേച്ചി, ഈ ടൈപ്പും കൊള്ളാം. വേറെ ഉണ്ടെങ്കിൽ എടുത്ത് തന്ന് നോക്കാം. ഇത് കൊള്ളാമല്ലേ സെറ്റ്. ഇത് ഗൈസ്, ഇവിടെ അത്രയും പാർട്ടി വേറെ സാരിയാണ്. ഞങ്ങൾക്ക് വിശന്നിട്ടേ. ഇത് വേണ്ട, ഇത് വേണോ മീനു? അതെന്താണെന്നറിയോ, ഈ അമ്മൂമ്മമാര് തിളക്കമുള്ള സാരി കൊടുക്കുമ്പോൾ നമുക്കാർക്കും പ്രശ്നമില്ല, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ നിലയ്ക്കും ബന്ധുക്കളൊക്കെ. അതെൻ്റെ അമ്മയ്ക്ക് പേടി. ഇതൊക്കെ സൂപ്പറായിരിക്കും. ഞാനാണെങ്കിൽ ഇങ്ങനത്തേക്ക് എടുക്കുള്ളത്. കൊള്ളാമല്ലേ ഇത്?
ഇത് കൊള്ളാം. ഇത് മറ്റേ എങ്ങനെ എംബ്രോയിഡറി മറ്റേ എംബ്രോയിഡറി. ഇത് പക്ഷെ കുറച്ച് ഡള്ളായിപ്പോ എൻ്റെ ഔട്ട്ഫിറ്റ്. ബൂട്ട് കട്ട് പാൻസ്. ഇതാ എന്തിന് അതിന് മാറിക്കേണ്ടി ആ ബ്രൗൺ സാരി നല്ലത്. ഇത് കൊള്ളാല്ലേ? ഇല്ലേ പാർട്ടി വെയറൊക്കെ നല്ല വെറൈറ്റി കളർ. അമ്മയ്ക്ക് ഇതെടുത്തോണ്ട് പോട്ടെ. കൊള്ളാല്ലേ ഇത്? ചേച്ചി എനിക്കൊന്ന് ഉടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ? സൂപ്പർ അല്ലേ? സൂപ്പർ. കൊള്ളാല്ലേ? അതായത് കൊള്ളാം, നല്ലത്. ഇത് കണ്ട, ഇത് അണ്ടർ സ്കേർട്ടിന് വരെ ഉള്ളതാണിത്. ഇപ്പൊ കാണിച്ചു തരാം. ഉടുക്കട്ടെ. വേറെ മാറ്റാം. ഇതെടുക്കട്ടാന്ന് അത് മാമിക്ക് കൊടുത്ത് വീഡിയോ കോൾ വിളിച്ച് നമ്മൾ അപ്രൂവൽ എടുക്കണം. സാരി ഇത് എടുക്കാണോ അത് മറ്റേത് എടുക്കട്ടാന്ന്. ഇനി നമ്മുടെ പരിപാടി എന്തെന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി ഒരു സാരി എടുത്ത് ഇനി ആർക്ക് എടുക്കണം? അപ്പൂപ്പന് ഡ്രസ്സ് എടുക്കണം. ഇട്ട് നോക്കിയാണേ ചേട്ടാ സാറ്റിൻ ടൈപ്പ്. പൈസ എല്ലാവരും ഒരേപോലത്തെ. ഞാൻ നല്ല ഭയങ്കര മിനിമലായിട്ടുള്ള, കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പം മിനിമലായിട്ടുള്ള ഡ്രസ്സാണ് പറഞ്ഞേക്കണത്. എൻ്റെ ഭയങ്കര മിനിമലായിട്ടുള്ള എല്ലാം കോമൺ ആയിട്ട് കിട്ടുന്ന കളർ ബ്ലാക്ക്. ചേട്ടാ ഒരു ഗ്രേ വേണം. ഗ്രേ ആണ് നമ്മളെ അപ്പൂപ്പൻ്റെ ഷർട്ടിൻ്റെ കളർ. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്തായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. ബ്ലാക്ക് ഇടൂല, എന്നാൽ ഗ്രേ എടുത്താൽ അതും ഇടൂല. ബ്ലാക്ക് ഇടും ഗ്രേ ഇടൂല. എനിക്ക് അറിഞ്ഞൂടാ. നോക്കട്ടെ. നീ മണപ്പിച്ചാ? ഇത് വച്ചേക്കണേ. ഇത് ഇഷ്ടപ്പെട്ടില്ലേ? മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് എനിക്ക് ചിലതൊന്നും പറ്റൂല. എനിക്ക് ഭയങ്കര തലവേദനയാണ്. ഇതൊട്ടും വേണ്ട ചേച്ചി. എന്തൊരു നാറ്റപ്പൂച്ചെടിയാ വേണ്ട. ഇത് ഏത് ചേച്ചി? ഇത് ആദ്യം അടിച്ചത് ഇതല്ലേ അടിച്ചത്? ഞാൻ പണ്ട് സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്ന പെർഫ്യൂമാണ് ഈ സ്കിൻ ബൈറ്റ്. ബില്ല് വാങ്ങിച്ചു വേണ്ടി. ആ ഇത് അപ്പൂപ്പന് വാങ്ങിച്ച പെർഫ്യൂം. ഇല്ലല്ലോ പിന്നെ അപ്പൂപ്പൻ്റെ പെർഫ്യൂം. ആ ഓക്കെ. 50 മതി. എൻ്റെ അപ്പൂപ്പ അമ്പലത്തിലെ പൂജാരിയാണ്. അപ്പോൾ അപ്പൂപ്പന് ഈ ചന്ദനത്തിൻ്റെ ആ സാമ്പ്രാണിത്തിലായിട്ട് മണമൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഇനി അപ്പൂപ്പനൊരു വാച്ച്. ഈ വാച്ചൊക്കെ ഞാൻ മുന്നേ വാങ്ങാനോ, ഞാൻ എൻഗേജ് ഉണ്ടാകട്ടെ എല്ലാം അപ്പോഴും വാങ്ങാൻ. ചേട്ടാ വാച്ച് വേണേ. ഇങ്ങനെ ചെയിൻസ് ഉള്ളത്. അപ്പം ഇങ്ങനത്തെ ചങ്കി ചെയിൻസ് ആണ് ഇഷ്ടം. ഇത് ഏതിൻ്റെ ഏട്ടാ? സൊനാട്ടല്ലേ? ഇത് കൊള്ളാം. അപ്പൂപ്പൻ ഇങ്ങനത്തേക്കാണല്ലേ ഇഷ്ടം? ആ ഇങ്ങനത്തെയാണ് ഇഷ്ടം. ഇങ്ങനത്തെ ചെയിൻ. ലെതർ ഇഷ്ടമല്ല, ഇങ്ങനത്തെ ചെയിൻസ് ആണ് ഇഷ്ടം. ഇങ്ങനത്തെ ചെയിൻസ് ആണ് അപ്പൂപ്പന് ഇഷ്ടം. ആ ഇത് ടൈറ്റ. ചേട്ടാ ടൈറ്റാൻ്റെ എടുത്താലും മതി തന്നല്ലേ? ഇത് കൊള്ളാം. ആ ഇത് കൊള്ളാം അല്ലേ? ഇത് എനിക്ക് ഇതാണ് ഞാൻ ഓൾറെഡി മുമ്പ് ബുക്ക് ചെയ്ത്. കൊള്ളാം അല്ലേ? ഇത് ഇതാണ് എടുത്ത വാച്ച്. കൊള്ളാം ചേട്ടാ. ഇത് താക്കു നമ്മൾ ഇത്രയും വാങ്ങിച്ചേട്ടാ. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ വാങ്ങിച്ചത്. ചെരുപ്പ്, വാച്ച്, പെർഫ്യൂം, ഷർട്ട്, സാരി, മുണ്ട് അല്ലേ? എന്താ വാച്ചുണ്ട് അതിനകത്തുണ്ട്. ഇതിനകത്തുണ്ട് വാച്ച്. അത് ഈ അറബിന്ന് വിളിക്കണായിരുന്നു മീനാശി അറബി വേഷിട്ട് മീനാശി ബ്രേസ്ലെറ്റ്സ് എന്ന് പറയുന്നു. സോ ഗൈസ് അങ്ങനെ ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ പോയി വിശന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മട്ടൻ മന്തി കഴിച്ചു ഗൈസ്. ഓക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആരത് എല്ലാരും ഇവിടെ അമങ്ങിപ്പോയി. സോ ഗൈസ് ഇപ്പൊ നമ്മൾ പോണെന്ന് വെച്ചാൽ നമ്മള് ലുലുവില് അപ്പൂന് പാൻസ് എടുക്കണം, എനിക്ക് ജ്വല്ലറി എടുക്കണം. അത്രയാണ് മെയിൻ ഉള്ളത്. വേറൊന്നും ഇല്ലല്ലോ. ബാക്കി നമ്മളെല്ലാം എടുത്ത്. ഷർട്ട് എടുത്ത്, മുണ്ടെടുത്ത്, ചെരുപ്പെടുത്ത്. ആർക്ക് ബൂട്ട് എടുത്തില്ല? ഓർഡർ ചെയ്തിരിക്കുന്നില്ല. അത് H&M മീനു അവിടത്തെ ഡ്രസ്സിലല്ലേ വരണോ? യാ. സോ അപ്പം അത്രേ ഉള്ളു ഗൈസ്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോട്ടെ. ഞങ്ങളന്ന് അമങ്ങിപ്പോ എൻ്റെ അമ്മേനെ വിളി മടങ്ങി വരൂ. അങ്ങനെ ഞാൻ പറഞ്ഞു രണ്ടുപേരും. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം, നാളെ ഞങ്ങൾക്ക് രാവിലെ 8:30 പോകണം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇനി വരാൻ. അമ്മ ഇനിയിപ്പം ഇനി വന്നിട്ട് അപ്പൂന് പാൻസും എനിക്ക് ജ്വല്ലറിയൊക്കെ അമ്മ എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ നല്ല ഒത്തൊരുമയുള്ള എരുമകളായോണ്ട് വച്ചിട്ട് പോയി. ഇനിയിപ്പം അമ്മ വിളിക്കൂല. ആൻഡ് അതൊക്കെ എടുക്കണം. പിന്നെ അബിക്കുട്ടിന് ബെൽറ്റ് വാങ്ങണം. അപ്പം നീ വന്നിട്ട് വാങ്ങാൻ സ്റ്റൈലുള്ള സാധനം വേണമെന്ന്. ഇങ്ങനെ നോക്കണം. പോടോ പിന്നെ മൂക്കുത്തി എന്റെ കളഞ്ഞടാ. ഞാൻ ഇങ്ങനെ ചൊരണ്ടിയതുവേ ഇങ്ങനെ ആക്കിയത് കളഞ്ഞ്. ഓക്കെ അപ്പൊ അത്രേ ഉള്ളു കൈസ്. ഇനി അതൊക്കെ എടുക്കണം. അതൊക്കെ എടുത്ത്
പോണം, അത്രേ ഉള്ളൂ. ഞാൻ നിന്റെ ഒരു ഞാൻ അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളിനി എറണാകുളത്തോളം നിങ്ങൾക്ക് അറിയാമോ? പിന്നെ കിട്ടിയില്ലെങ്കിൽ എറണാകുളത്ത് പോയല്ലേ പറ്റുള്ളൂ, കയ്യിലെടുത്ത് വയ്ക്കാൻ പറ്റില്ല നമുക്ക്. ഓ ഇപ്പഴല്ല, അയ്യോ ഇയാളെന്തരി എനിക്ക് ഇറങ്ങി പോണേ. അപ്പൊ പിന്നെ എന്നെ എടുത്തോ, ഇതെല്ലാം പിടിച്ച് എന്നെ കൂടെ എടുത്തോ. അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയതുകൊണ്ട് മാറ്റണം അല്ലേ? വാഹനം ഒന്ന് മാറ്റിയാ എനിക്ക് ഡോർ തുറന്നു. Yeah, come on. നമ്മുടെ എൻഗേജ്മെന്റ് ഡ്രസ്സിൽ അപ്പൂൻ്റെ അത് വൈറ്റ് പാൻസ് ആണ്. അപ്പോൾ ആ പാൻസ് ഒക്കെയാണ് നടക്കണം. നമ്മൾ ഓൺലൈനിൽ കുറേ നോക്കി, നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. ഓഫ്ലൈൻ സ്റ്റോറിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത്. സോ ഗായ്സ് പോവാം. പിന്നെ മാക്കിൻ്റെ പുതിയൊരു ലിപ്സ്റ്റിക്ക് ലോഞ്ച് ചെയ്തേ, അപ്പോൾ അതുകൂടെ ഉണ്ടാകാൻ നോക്കണം. ഇതിപ്പോൾ ഇത് മേക്കാനിട്ടേക്കണം. വിളിച്ചു നൈസ്. എനിക്കിങ്ങനെ ഒരു സിമ്പിൾ ചെയിനും പെൻഡന്റ് കമ്മലും. കൊള്ളാമോ? 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 മീനാശി ഹുക്കൊന്ന് പിടിച്ചിരുവോ? അത് ചെയിൻ്റെ ഓ മറ്റേ ഭയങ്കര ചെറുതായി. കൊള്ളാമോ? അല്ല സീരിയസ് ആയിട്ട് ചോദിക്കുന്നു, കൊള്ളാമോ? ഞാൻ ഇങ്ങനെ വരും കൈസ്. നമ്മൾ ഇത്രയും സാധനങ്ങളെടുത്തേ. അപ്പം നമുക്ക് ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് ഇതാണ് ഇങ്ങനെ. ഇതിലേതായാലും നമ്മൾ അതിനനുസരിച്ച് പർച്ചേസ് ചെയ്ത് ഇതോ അങ്ങനെ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടും ഗൈസ്. അതാണ് സത്യം. ഗൈസ് ട്വിസ്റ്റ് എന്താണെന്ന് അറിയാം, അപ്പോൾ ഇതിൻ്റെ ഒന്നും കിട്ടാനില്ല. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് എവിടെ നിന്നും വാങ്ങാൻ ഓൺലൈൻ വഴി വരുമ്പോൾ ശരിയാവില്ല, എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങാമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എത്ര കടയിൽ കയറി, ലുലുവിൻ്റെ താഴത്തെ ഫ്ലോറിൽ എല്ലാ മെൻസ് സെക്ഷനിലും കയറി. റാബിറ്റിലും നമ്മൾ കയറി, പക്ഷേ റാബിറ്റിലും ഇല്ലാന്ന്. അപ്പോൾ നോക്കട്ടില്ലെന്നുണ്ട് മെറ്റീരിയൽ എടുത്ത് വയ്ക്കാം. സോ ഗൈസ് നമ്മൾ തപ്പിയിടന്ന സാധനം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ ലുലുവിൻ്റെ എല്ലാ ആണുങ്ങളുടെ ബ്രാൻഡ് സ്റ്റോർ വരെ ഞങ്ങൾ തപ്പിപ്പോയി, ഞങ്ങൾക്ക് സാധനം കിട്ടിയില്ല. ഞങ്ങൾ ഒന്ന് അന്വേഷിച്ചുള്ളൂ, ഒരു വൈറ്റ് പാൻസ്. ചില കടയിലൊക്കെ ചിലപ്പോൾ വൈറ്റോ, അയ്യോ നമ്മളിവിടെ വൈറ്റ്സ് ഇല്ല. വൈറ്റ് എത്തിച്ച് പുച്ഛം, ആർക്കും വൈറ്റ് ഒന്നും വേണ്ട. അങ്ങനെ എൻ്റെ ക്ഷീണത്തിൽ അരിക്കുട്ട പപ്സ് വരെ തിന്നാണ് ഗൈസ്. ക്ഷീണിച്ചു മീനാശിക്ക് ചത്തിരിക്കണം എല്ലാം കണ്ടേ. ഇപ്പം ഇങ്ങനെ കസേരയിൽ വന്ന് ഇരുന്നപ്പോഴാണ് അറിയണോ എനിക്ക് ഇങ്ങനത്തെ അവയവങ്ങളൊക്കെ ഉള്ള കാര്യം. കസേരയിലേക്ക് സോ ഇയാളിത് കളിയാക്കി എന്നെ ചിരിക്കുകയാണ്. ഇയാൾ ഇങ്ങനെ ചിരിച്ചാൽ കളിയാക്കി വെച്ചിരിക്കണം, അല്ലാതെ സൗണ്ട് ഇല്ലാതെ ഇങ്ങനെ ചിരിക്കണേ മാത്രം. എന്നിട്ട് അവിടെ ഞങ്ങളൊരു മാല നോക്കാൻ പോയി. അപ്പോൾ ഒരു ചെയിന്, അപ്പം ഞാനത് വലിയ ഒരു ദൊമക്ക് ചെയിൻ, കുഞ്ഞു ചെയിന് വലിയ ലോക്കറ്റ്. അപ്പം ഞാൻ അത് കൊള്ളൂലാന്ന്. ഇല്ല, സന്ധ്യമ്മ പറഞ്ഞു എനിക്കെല്ലാം ചെയ്യാൻ. എൻ്റെ അമ്മ പറഞ്ഞത് അവരെല്ലാം ചെയ്തു വന്നു. എൻ്റെ അമ്മ ഭയങ്കര പുകഴ്ത്തൊക്കെ കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഷോപ്പിംഗ് ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം നാളെ പാൻസ് കിട്ടുമല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചത് എടുത്തിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് എന്തോ ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാം. അല്ലേ അല്ലേ, അതാണ് നല്ല വഴി. സംഭവം വേറൊന്നുമില്ല, ഓൺലൈനിലുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മെറ്റീരിയൽ ഉദ്ദേശിക്കണം ഇനി എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതായി പോവും. പക്ഷെ ഞാൻ വിചാരിച്ചു കിട്ടുമെന്ന്, കാരണം എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ എന്ത് കിട്ടാത്തതെന്ന്. ഇനിയിപ്പം നാളെ ഞങ്ങൾ ജസ്റ്റ് മാളൂരിന് ഒരു എക്സാം ഉണ്ട്, അപ്പം വരണമുണ്ട്. അപ്പം മാളൂരിനെ കൊണ്ട് വരുമ്പം 2-3 അല്ലാത്ത സ്റ്റോറുണ്ട് പൊന്നെ. ഇതെങ്ങനെ ബ്രാൻഡായിട്ടല്ലാത്ത ഈ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ നമുക്ക് എങ്കിൽ പോകും. എടി മറ്റേ മെൻസ് അറ്റയർ ഉണ്ടല്ലോ കിംസിനടുത്ത്, ഞാൻ അയച്ചത്, അവിടെ ഒന്ന് നോക്കാം. അവിടെ സ്റ്റിച്ച് ചെയ്യുമല്ലോ, എങ്കിൽ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് പ്ലാൻ. അപ്പം ഇന്നത്തെ നമ്മളെ ഉപദേശം എന്ന് പറയണത് നിങ്ങളെല്ലാം വാങ്ങണമെങ്കിൽ ഒരു 3-4 ദിവസം അല്ല,
ഒരു മാസം മുന്നേക്ക് നോക്കി വയ്ക്കുക. നമ്മളെല്ലാ കാര്യത്തിലും പ്ലാൻ എയും ബിയും സിയും എല്ലാം കണ്ടു. പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം നമ്മൾ ചോദിച്ചു ഷർട്ട് കിട്ടിയിട്ട് അല്ലേ, ഡ്രസ്സ് കിട്ടിയിട്ട് നമ്മൾ അതുകൂടി ഇട്ട് നോക്കി വാങ്ങാന്ന് പറഞ്ഞിരുന്നേണ്. ഏതാനും മണിക്കൂറുകൾ മാത്രം. ഞങ്ങൾ എക്സ്പ്രഷൻ കണ്ടാ 2-3 ദിവസം ഇനിയുണ്ട്. കല്യാണത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയി തളർന്നിരിക്കുകയാണ്. അങ്ങനെ നീണ്ട ഒരു ലോഡ് മണിക്കൂറത്തിന് ശേഷം ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന്, നിങ്ങൾ എന്തിനെ വിളിച്ച് നേരത്തെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? വേണ്ട, നമ്മളൊരു കാര്യം ഇവിടെ സീരിയസ് ആയിട്ട് രാവിലെ എണീറ്റല്ലേ കൊച്ചിനെ കൊണ്ടുപോയി. രാവിലെ എണീക്കല്ലോ. അപ്പൊ ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ച സാധനങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് യുവർ ഡാഡീസ് ചെരുപ്പ്. ആ ചെരുപ്പിന് സൈസ് ഇല്ലാത്തോണ്ട് ഇത് കൊള്ളാമോ? ഇത് യുവർ ഡാഡിക്ക് ഞാൻ ഒരു പെർഫ്യൂം വാങ്ങിച്ചു. ഇതാണ് വാച്ച്. കൊള്ളാമോ ഗൈസ്? വാച്ച് അങ്ങനെയുണ്ട്. ഇത് മുണ്ട്, വെള്ളിക്കര. അമ്മ ഒരു സന്തോഷത്തിരി മുണ്ടെന്നല്ലേ ഞാൻ പറയണം. എല്ലാരും ചോദിക്കണം നിങ്ങൾ എവിടെ പർച്ചേസിന് നിങ്ങൾ വന്നില്ലേന്ന്. കാരണം അമ്മമാരല്ലേ ഗൈസ് ഇവിടെ മുന്നിട്ട് നിൽക്കണം. എന്റെ അമ്മ പർച്ചേസ് എന്ന് പറയുമ്പോ വേണ്ട, അയ്യോ വീട്ടിലെപ്പോഴേ ഞാൻ വിളിക്കണം. ഇങ്ങനെ വിളി. ഇവരെന്തെന്ന് നമുക്ക് ഇങ്ങനെ നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല. കാരണം ഇവരിങ്ങനെ രോഗാവസ്ഥയിൽ. ഡാഡി കൂൾസ്. അപ്പൊ ലൈറ്റ് കളർ ഷർട്ട് മാത്രമേ ഇടുള്ളൂ. വെള്ളയും എന്റെ ജ്വല്ലറി കാണിച്ചു തരാം. എന്റെ മാല. എന്തേ ചെറിയ മാലയാണത്? ഞാൻ ഇപ്പോഴേ പറയാം, ഞാൻ എൻഗേജ്മെന്റിന് ഇപ്പൊ ആൾക്കാരൊക്കെ മറ്റേ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ വലിയ ഘടോത്ഖജന കണക്കത്തെ മാലയും ഘടോത്ഖജന്റെ കമ്മലും ഒന്നുമില്ല. എനിക്ക് വളരെ സട്ടിലായിട്ട്, അതായത് ഒരു തൂവൽ സ്പർശം പോലെ ഒരു പരിപാടി സെറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അമ്മയൊക്കെ ഉദ്ദേശിക്കുന്ന ദുമക്ക് ചിമുക്ക, 10-20 അടിയുള്ള മാല, എൻ്റെ അച്ഛൻ്റെയും പോളോരെയും കഴുത്തി കിടക്കുന്ന തുടൽ എനിക്ക് സെറ്റപ്പ് ഒക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഇത് മാല, ഇത് വള, ഇത് ബ്രേസ്ലെറ്റ്, കമ്മല്, ലോക്കറ്റ്. കൊള്ളാല്ല, വളരെ സിമ്പിൾ. അത് ഞാൻ സിമ്പിള്, നിങ്ങൾ ഹെവി ആക്കണം. ബ്രേസ്ലെറ്റ് ഡയമണ്ട് ഒരു 7 ലക്ഷം രൂപയുടെ സാധനം ഇട്ട് കാണിച്ചോട്. അമ്മ നിങ്ങൾ എന്റെ അമ്മ പണ്ടത്തെ ഡാൻസറിനൊക്കെ ഇങ്ങനെയൊക്കെ എടുത്തോണ്ട് വരാം. നല്ല ഇൻട്രസ്റ്റിലിരിക്കണം. ഇനിയിപ്പോ ആൾക്കാർ പറയും പാവം കൊണ്ടുപോകാത്തോണ്ടായിരിക്കും അമ്മ വിഷമിച്ചിരിക്കണേന്ന്. ഇത് ഫ്രീ ഗിഫ്റ്റ്. മറ്റേ ജ്വല്ലറി ബോക്സ് ഉണ്ടല്ലോ, ഇത് അല്ലാതെ വാങ്ങാൻ കിട്ടും. ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഞാൻ അമ്മയ്ക്ക് എല്ലാവർക്കും ഞാൻ സാരി എടുത്ത്, പക്ഷെ ഇന്ന് ഞാൻ അമ്മൂമ്മയ്ക്ക് എടുക്കാനാണ് പോയത്. കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചത് അമ്മയ്ക്ക് എടുത്തിട്ട് അമ്മയുടെ സാരി അമ്മൂമ്മയ്ക്ക് കൊടുക്കാൻ. നിങ്ങളാണ് അമ്മ, ഞാനാണ് അമ്മ. പക്ഷെ എനിക്ക് ഒരുപാട് അത് മതിയായിരുന്നു. അല്ല ഇത് വലിയ പൈസ ഇല്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ബുദ്ധിമുട്ട് എന്തെങ്കിലും, നിങ്ങൾ എന്തിനും മഴ പെയ്തോണ്ടാ? അല്ല, നല്ല ഉറക്കത്തിൽ കിടന്ന് എന്നെ വിളിച്ചെടുത്ത് ഇങ്ങനെ എത്തിയിരിക്കണത്. നോക്കട്ടെ, നല്ല ഉറക്കത്തിൽ കിടന്ന്. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആണെങ്കിൽ മീനൊക്കെ പിന്നെ പൂച്ചയൊക്കെ കിട്ടി അവരെടുത്ത കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും കയറി കഥ ചെറുക്കണം പറയാം. അന്ന് ഞാനായിട്ടൊരു സംസാരത്തിന് അവർക്ക് താല്പര്യം. അപ്പൊ നിങ്ങൾ വിചാരിക്കും പിണക്കോണമെന്നല്ല. ഞാൻ ഇതേണൊക്കെ പിടിച്ചെത്തി ഞാൻ കുറെ നേരം സംസാരിക്കും, പോയിട്ട് വന്ന വിശേഷമൊക്കെ പറയും. അപ്പൊ അവർക്ക് അതൊന്നും താല്പര്യമില്ല. ഞാൻ സരി എങ്ങനെ ഉണ്ട്, കൊള്ളൂലേ? വെറൈറ്റി അല്ലേ? അല്ല ഒരു ഇഷ്ടത്തിന് തന്നെ എടുത്തത്. വിളിച്ച് കാണിച്ചല്ലേ ഇവിടെ എത്തുമ്പോ കൊള്ളാം, ഇതൊക്കെ കൊള്ളാം. ഇതാണ് അല്ല ഇത് ഉടുക്കുമ്പോ സൂപ്പർ ആയിരിക്കും. കണ്ട വെറൈറ്റി കളർ നിങ്ങളായിരിക്കും വെറൈറ്റി. ഇതിങ്ങനെ ഒറ്റ പ്ലേറ്റ് കൊടുത്താലും ഇങ്ങനെയൊക്കെ ഇരുന്നാലും എന്റെ അമ്മ എങ്ങനെ ഇരിക്കണം. അങ്ങനത്തെ ആൾക്കാരാണ്. ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇവർക്കൊക്കെ എന്താണ് പ്രശ്നം. ഇവരെ കൊണ്ട് എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് എന്താണെന്ന് അറിയാമോ, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും നമുക്ക് ക്ഷീണാവും. കാരണം എൻ്റെ അമ്മ അയ്യോ ഇങ്ങനൊരു വിളിക്കും. അപ്പോഴേ അമ്മക്ക് ഒരു ക്ഷീണമാവും. ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു നമ്മളെ ഷോപ്പിംഗ്. ആക്ച്വലി മെയിനായിട്ട് അപ്പൂവിന് പാൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ പാൻസ് കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾ വെള്ള കയ്യിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇരിക്കണം. മതി, സിമ്പിൾ അല്ലേ? കാരണം
ഗൈസ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഞാൻ ഒരു വെള്ള തോർത്തായാലും നീ മതി മതി എന്ന് പറയും. ഞാൻ പറഞ്ഞൊരു കറുത്ത ബ്ലൗസും തോർത്തേർക്കക്ക ഞാൻ പറയണത് എല്ലാം എനിക്ക് ഭയങ്കര സിമ്പിളായിട്ടാണ് പരിപാടി വേണ്ടത്. വളരെ സിമ്പിൾ, സട്ടിൽ എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ പറയാം തഴുകാം തഴുകാം, അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റാണ് ഞാൻ എനിക്കെടുത്ത് ചെയ്ത് വെച്ചേക്കണത്. അപ്പം ദേവേദ ആരും ഓവർ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റേ ലഹങ്കയൊക്കെ ഇട്ട് ഇങ്ങനെയൊന്നും ഞാൻ വരൂല. ഞാൻ ഇങ്ങനെ എനിക്ക് പറഞ്ഞ അയ്യോ വയ്യേ അയ്യോ വയ്യേ, അതെൻ്റെ അമ്മേനോട് ബി ജി എണ്ണ. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഞാൻ നല്ല അടിപൊളിയായിട്ട് നടന്നു ബി ജി എമ്മിൽ എൻ്റെ അമ്മ അവിടെ അയ്യോ വയ്യേ അങ്ങനെ. സോ ഗൈസ് ടാറ്റാ ബൈ ബൈ.